എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ്. ഒരു 5 PM to 10 PM വരെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ. ഉറങ്ങി എണീറ്റുമ്പോഴേക്കും അമ്മ എത്തി, സ്കൂളിൽ നിന്ന് എത്തി. ഇപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ അറിയില്ല, ഞാൻ എപ്പോൾ ചായ ഉണ്ടാക്കിയാലും ഭയങ്കര ഫ്ലോപ്പായിരിക്കും. എനിക്കിഷ്ടമല്ല എൻ്റെ ചായ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്കൂളിൽ ഒരു ടീച്ചറെ വിളിച്ചുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്താലല്ലേ ഇതൊക്കെ കാണുള്ളൂ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മേനെ എപ്പോഴും ഞാൻ ഹൈഡ് അല്ലെങ്കിൽ ബ്ലോക്കിലായിരിക്കും. അപ്പോൾ കുറേ നാളായി ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോസ് കഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അധികം ഒന്നും കിട്ടാറുമില്ല ഇവിടെ. നല്ലത് ഒന്നെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മധുരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് അമ്മൂമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്മൂമ്മ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് കുറച്ച് നാളായിട്ടുള്ളത്. ഇത് പപ്പയുടെ അമ്മയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ കുറേ നേരം ഞാൻ അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിക്കണം പറഞ്ഞാൽ എന്തെങ്കിലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും. പിന്നെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോസ്. അധികം കിട്ടാറില്ല ഇവിടെ. അപ്പോൾ അധികം കഴിച്ച്. അപ്പം അമ്മൂമ്മ പറയുക, ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കേണ്ട, അതിനേക്കാളും നല്ലതാണ് ഇങ്ങനത്തെയൊക്കെ. അപ്പം അങ്ങനത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ജോലിയുടെ കാര്യം, അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ കുറച്ച് നേരം, ഒരു ഈവനിങ് ഒരു ½ an hour to 1 hour ഞാൻ അമ്മൂമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നു. കുറച്ച് നേരം സംസാരിക്കും, കുറച്ച് നേരം ചായയൊക്കെ കുടിക്കും. അങ്ങനെ കാഴ്ച കാണാൻ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല, എന്നാലും വെറുതെ പുറത്ത് ബാൽക്കണിയിൽ വന്നിരുന്ന ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മഴ പെയ്യും വിചാരിച്ചു. അപ്പോഴാണ് അമ്മ അടുത്ത പണിയായിട്ട് വന്നത്. അമ്മ പറഞ്ഞു, വെറുതെ ഇരിക്കല്ലേ, ദേഹമൊക്കെ ഒന്ന് അനങ്ങ്, റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ശരി, എനിക്കും ബോറടിച്ചിട്ടിരിക്കുകയാണ്, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശരി വരട്ടെ. മേലത്തെ 2 റൂമും ഹോളൊക്കെ തുടച്ചിട്ടു. അപ്പം അമ്മ പാവം താഴത്ത് ചെയ്യല്ലോ, അപ്പം ഞാൻ മേലത്തെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ മേലത്തെ അമ്മൂമ്മയുടെ റൂം ഇത്. അപ്പോൾ അമ്മൂമ്മയുടെ റൂമൊക്കെ ഇരുന്ന് തുടച്ചു. അങ്ങനെ തുടച്ചപ്പോഴേക്കും എനിക്ക് ചൂടത്തൊരു വഴിയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ കുളിക്കാൻ നേരത്തെ മുന്നേ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഈ മുൾട്ടാനി മിൽട്ടിയൊക്കെ എടുത്ത് തേക്കുക. ആകെ ഇഷ്ടം മുഖത്ത് തേക്കാൻ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ, എവിടേക്കോ ഒത്തിരി ചേഞ്ചൊക്കെ ഉണ്ട് മുൾട്ടാനി മിൽട്ടി തേച്ചിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആൻറ്റി വന്ന് കണ്ടു എന്നെ. അപ്പോൾ ആൻറ്റി കണ്ടിട്ട് ചിരിച്ചിട്ട് പോയി എൻ്റെ മുഖം കണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആൻറ്റി ഒരു എവിടെയോ പാർട്ടി എവിടെയോ പോയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉണ്ട് പറഞ്ഞപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോവാണ്. വീണ്ടും താഴെ വന്നു. ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡോക്ടർ റെഡിയുടെ വെന്യൂസ് എപ്പോഴും തേക്കാറുണ്ട്. ബിക്കോസ് ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇത് മോയ്സ്ചറൈസർ ക്രീമാണ്. അപ്പോൾ എപ്പോഴും ഇതാണ് ഞാൻ യൂഷ്വലി തേക്കാറ്. മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് കഴിഞ്ഞ് പുറത്ത് പോയി, ലുലുവിൽ പോയി നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പം നമ്മൾ പച്ചക്കറി സെക്ഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നെ അല്ലാത്ത ഹോം ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ്, ചെറിയ ഫാമിലി ടൈം. ഇപ്പോൾ ശാന്തമ്മ ഇതേപോലെ പോയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ വണ്ടി അധികം 2 വണ്ടിയുണ്ട്. അപ്പം ഈ വണ്ടി, വലിയ വണ്ടി, ഞാൻ 7 സീറ്റർ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടില്ല. ആകെ 2 or 3 വട്ടേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ പപ്പ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഓടിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആൻറ്റിയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അധികം ക്ലിയർ ഇല്ല, ബ്ലറായി. അപ്പോൾ ഞാനായിരുന്നു വീട് വരെ വണ്ടി ഓടിച്ചു. കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ സിനിമ കാണുന്നത്. ഒരു ദിവസമെങ്കിലും ഒരു സിനിമ വെച്ച് ഞങ്ങൾ കാണും. അപ്പോൾ അമ്മ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇതേപോലെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ശാന്തമ്മ മാങ്ങയൊക്കെ അരിഞ്ഞ് തന്ന് മാങ്ങയും കഴിച്ച്. ഞങ്ങളുടെ ഫേവറേറ്റ് പടമാണ് ഇടുക്കി ഗോൾഡ്. എൻ്റെയും പപ്പയുടെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ആൻറ്റീനെയും ശാന്തമ്മേനെയും കൂട്ടി ചേട്ടൻ്റെ വീട്ടിൽ പോയി. ചേട്ടൻ്റെ വീട് ഞങ്ങളുടെ റെസിഡൻസി തന്നെയാണ്. അമ്മ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെത്തി. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത്. അപ്പോൾ റീനു ഇപ്പോൾ സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായി. അപ്പോൾ അവളുടെ ബുക്കൊക്കെ കാണിച്ചു തരാണ്.
എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്യണത് അത് വേറെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് വീട്ടിൽ വരാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും വീട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്യണതും അതൊരു വേറൊരു ടൈപ്പ് ഓഫ് എൻജോയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് അവിടേക്ക് ഇരുന്നു. റീനു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. വരുന്ന വഴിക്കാണെങ്കിൽ നിറയെ മാങ്ങ കണ്ടു മാവിൽ. അപ്പോൾ പിന്നെ നൈസിൽ പറഞ്ഞ് ഞാൻ വലിച്ചു പൊട്ടിച്ച് എനിക്ക് മാങ്ങ ചമ്മന്തി കഴിക്കണം കുറച്ച് നാളായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തി. ഇനിയിപ്പം ഗേറ്റ് തുറക്കണം പറഞ്ഞ ഫ്രണ്ടിൽ മാമച്ചനുണ്ടാവും. നിങ്ങൾ വിചാരിക്കേണ്ട ആരാ മാമച്ചൻ? മാമച്ചൻ ഞങ്ങളുടെ വീട്ടിലത്തെ പട്ടിയാണ്. അവൻ മേലെ കയറിയാൽ നമുക്ക് വീട് തുറക്കാം. അപ്പോൾ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഡെയിലി യൂഷ്വൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ മാത്രമേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. യൂഷ്വൽ എന്തൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അത് മാത്രം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. എൻ്റെ കോഴ്സ് പഠിത്തമൊക്കെ ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പണി എന്ന് പറയാനൊന്നും ഇല്ല, കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ രാത്രി ഫുഡ് കഴിക്കുക, ചിലപ്പോൾ ഏതെങ്കിലും സിനിമ കാണും. സിനിമ കണ്ടു പിന്നെ ഉറക്കം വരും. കുറച്ചൊരു ഫോൺ നോക്കി ഇരുന്നിട്ട് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാറേ ചെയ്യാറ്. ഇന്നും ഇപ്പം അതുപോലെ തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.